കോളേജിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് റോഡിൽ ഓയിൽ പരന്നതിനെ തുടർന്ന് പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. സംസ്ഥാനത്ത് 2 മാസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. നീണ്ടകര, ശക്തികുളങ്ങര ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ കടലിൽ പോകുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂലൈ 31 അർദ്ധരാത്രി നിരോധനം പിൻവലിക്കപ്പെടുന്നതോടെ കൊല്ലം ജില്ലയിലെ മത്സ്യബന്ധന മേഖല വീണ്ടും സജീവമാകും. നീണ്ടുകര, കരുനാഗപ്പള്ളി, ശക്തികുളങ്ങര തുറമുഖങ്ങളിൽ നിന്ന് 1000-ഓളം മത്സ്യബന്ധന ബോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ ആഴക്കടലിലേക്ക് പുറപ്പെടുന്നത്. ബോട്ടുകളുടെ എഞ്ചിൻ അറ്റകുറ്റപ്പണികൾ, അടിഭാഗം വൃത്തിയാക്കി പെയിന്റടിക്കൽ, വലകളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവ തീരങ്ങളിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നിരോധനത്തെ തുടർന്ന് സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും ഹാർബറുകളിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. തമിഴ്നാട്, ബീഹാർ, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളാണ് കുരീപ്പുഴയിലും മറ്റ് ഹാർബറുകളിലുമുള്ള ബോട്ടുകളിൽ ജോലിക്കായി പ്രവേശിക്കുന്നത്. ബോട്ടുകൾക്കാവശ്യമായ ഐസ് ലഭ്യമാക്കുന്നതിനായി ജില്ലയിലെ ഐസ് പ്ലാന്റുകൾ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബോട്ടുകളിലേക്ക് ഐസ് കയറ്റി തുടങ്ങും. ബോട്ടുകളിൽ ഇന്ധനം നിറക്കുന്നതിനുള്ള പ്രത്യേക മറൈൻ പെട്രോൾ പമ്പുകളും നാളെയോടെ പൂർണ്ണ സജ്ജമാകും. നിരോധന കാലയളവിന് ശേഷം വലിയ പ്രതീക്ഷകളോടെയാണ് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കടലിലേക്ക് ഇറങ്ങാനൊരുങ്ങുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. പത്തനംതിട്ട പെരുനാട് ബദനി ആശ്രമത്തിൽ ഖബറടക്കിയിരിക്കുന്ന അഭിവന്ദ്യ പിതാക്കൻ